everyone, Assalamu alaikum, good morning, hope you are doing well, get Ami here. എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു സംഭവം നല്ല രീതിയിലായിട്ട് നമ്മൾ ഓരോരുത്തരുടെ മുന്നിലേക്കും കടന്നു പോകാറുണ്ടല്ലേ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലേക്ക് നമ്മൾ ബിഹേവ് ഉണ്ടാവില്ല. പാരൻസിൽ നിന്നുള്ളൊരു ബിഹേവ് ഉണ്ടാവും, ഫ്രണ്ട്സിൽ നിന്നൊരു ബിഹേവ് ഉണ്ടാവും, ഫാമിലിയിൽ നിന്നുള്ളൊരു ബിഹേവ് ഉണ്ടാവും, കുട്ടികളിൽ നിന്നുള്ളൊരു ബിഹേവ് ഉണ്ടാവും. കാരണം ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പറയുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം പിടിക്കൽ, പെട്ടെന്ന് വഴക്കുണ്ടാക്കൽ, എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളിങ്ങനെ ആകെ ഒന്ന് മാറി ഇതാക്കൽ, നമ്മൾ മറ്റുള്ളവരോട് നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് ദേഷ്യപ്പെടുത്തൽ. കാരണം നമ്മളെ പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവരിൽ നിന്ന് ദേഷ്യം നിയന്ത്രിക്കൽ. കാരണം ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു ദേഷ്യം നമ്മളിവിടെ തന്നെയാണ് അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കലല്ലേ. അല്ലാതെ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ദേഷ്യം മാറ്റാൻ വേണ്ടിക്കില്ല ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നമ്മളെ മുന്നിലേക്ക് ആ ഒരു ദേഷ്യം വരികയാണെങ്കിൽ നമ്മളൊന്ന് കൂളായിട്ടൊന്ന് റിലാക്സ് ചെയ്യാം, ഒന്ന് മൈൻഡിനെ ഒന്ന് ഡീപ്പായിട്ട് നിൽക്കാം. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ 3 തവണ ലെറ്റ് ഇറ്റ് ഗോ പറയാം. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. എൻ്റെ ദേഷ്യത്തെ ഞാൻ ലെറ്റ് ഗോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം വെച്ചാൽ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്ത്, ഒന്ന് ഫീൽ ചെയ്ത്, ഒന്ന് ഹാപ്പി ആയിട്ട് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുക. നാലാമത്തെ കാര്യം വെച്ചാൽ ആ ഒരു ദേഷ്യത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. അതായത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇതൊന്നും സെറ്റാവില്ല. ഡെയിലി നമ്മളിതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇതും പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക. ഞാൻ എൻ്റെ ദേഷ്യത്തെ ഇല്ലാതാക്കുന്നു, ഞാൻ എൻ്റെ ദേഷ്യത്തെ ഇല്ലാതാക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. എഴുതിക്കൂടെ എന്ന സമയത്ത് അതൊരു റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലേ നമ്മൾ എവിടെയും നമ്മൾ എത്തൂല. ഈ ഒരു കാര്യം എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇറ്റ്സ് മീ ഗെറ്റ് ആമി ടോക്ക്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താങ്ക് യു, ബൈ.